മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളൊക്കെ തന്നെ ഈ തങ്കയങ്കി ഘോഷയാത്രയ്ക്കൊപ്പം അനുഗമിക്കുന്നുണ്ട്. പ്രസിഡന്റ് കൂടെ നമ്മുടെ രാവിലെ ചേരുകയാണ്. തങ്കയങ്കി ഘോഷയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. തങ്കയങ്കി ഘോഷയാത്ര ഇവിടെ നിന്ന് ആരംഭിച്ചു. ഇവിടുന്ന് ഒരു ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പമ്പയിൽ എത്തിച്ചേരും. ഏതാണ്ട് പമ്പയിൽ തുടങ്ങി ഇവിടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി പമ്പയിൽ വരെ ഏതാണ്ട് 74 ക്ഷേത്രങ്ങളിലൂടെയാണ് ഈ ഘോഷയാത്ര കടന്നു പോകുന്നത്. പമ്പയിലെത്തുമ്പോൾ 25-ാം തീയതി 1 മണിക്ക് പമ്പയിലെത്തുമ്പോൾ ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രി പമ്പയിൽ ഈ തങ്കയങ്കി ഘോഷയാത്ര സ്വീകരിക്കും. ദേവസ്വം ബോർഡ് മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. 25-ാം തീയതി വൈകുന്നേരം 6:30 തങ്കയങ്കി ചാർത്തി ദീപാരാധന നടക്കും. ബഹുമാനായ മന്ത്രി ഉൾപ്പെടെ ദേവസ്വം വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള മെമ്പർമാരുൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടാകും. 26-ന് 12 മണിയോടുകൂടിയാണ് ഈ തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡല പൂജ നടക്കുന്നത്. അന്ന് വൈകുന്നേരം 11 മണിയോടുകൂടി മണ്ഡല പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഹരിവരാസനം പാടി നടയടയ്ക്കും. എല്ലാം ശുഭമായി മുമ്പോട്ട് പോകുന്നു അല്ലേ? എല്ലാം സുഖമായി മുന്നോട്ട് പോവുകയാണ്. ഒരു കൂട്ടായ്മയുടെ വിജയമാണത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പരാതിയുമില്ലാതെ ഈ മണ്ഡലകാല പൂർത്തിയാക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് നമ്മോട് പ്രതികരിച്ചത്. ദേവസ്വം ബോർഡ് അംഗം ഇവിടെ ചേരുകയാണ്. വളരെ സന്തോഷകരമായ ഒരു മണ്ഡലകാലത്തോടെ വളരെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ വർഷത്തെ മണ്ഡലകാല മഹോത്സവം എല്ലാം കൊണ്ടും മെച്ചപ്പെട്ട നിലയിലാണ് നടക്കുന്നത്. ഇവിടെ 75 ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 25-ാം തീയതി വൈകുന്നേരം ശബരിമല സന്നിധാനത്തിൽ എത്തിച്ചേർന്ന് തിരുവാഭരണം ചാർത്തി ദീപാരാധന ഉൾപ്പെടെ നടക്കും. മന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കും. വലിയ തോതിലുള്ള ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ വരാനും തൊഴാനും അർച്ചന നടത്താനും എല്ലാം തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും ഈ വർഷത്തെ മണ്ഡലകാല മഹോത്സവം വളരെ മെച്ചപ്പെട്ട നിലയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.